ഈ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അതിനോട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഏർപ്പെടാമെന്ന് വിചാരിക്കും. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കും സാധാരണ പലരും തുടങ്ങാൻ സാധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാപിറ്റലിൽ തുടങ്ങാനായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് വേണമല്ലോ. വളരെ വിശ്വസ്തരായ 2 ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു റിലേറ്റീവ് ആയിരിക്കും. അങ്ങനെ ആ ബിസിനസ് തുടങ്ങി യാതൊരുവിധ ഒരു അക്കൗണ്ട്സോ അല്ലെങ്കിൽ യാതൊരുവിധ ഒരു എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ അതിൽ ഒരാൾക്ക് എങ്ങനെയാണ് പവർ അല്ലെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബിസിനസ് തുടങ്ങും. ബിസിനസ് ഗ്രോ ചെയ്തു വരുമ്പോൾ പണത്തിനോടുള്ള താല്പര്യം കൂടും. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വലിയൊരു പ്രോബ്ലംസിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. നമുക്ക് അതൊരു ഡിസ്പ്യൂട്ടായിട്ട് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് നമ്മളൊരു കോടതി മുഖേന മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ കയ്യിലൊരു പ്രോപ്പർ റെക്കോർഡ്സ് ഇല്ല. ഈ ഫണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെടുത്തു, എങ്ങനെ എടുത്തു, അല്ലെങ്കിൽ ഒരു ടേംസ് ഇല്ല. ഇപ്പോൾ ഈയിടെയായിട്ട് പല കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് വരുന്ന അതിനുശേഷം നമ്മൾ കോടതിയെ സമീപിക്കുന്നു, നമ്മളിവിടുത്തെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുമ്പോഴാണ് പാർട്ട്ണർഷിപ്പ് ഡിസ്പ്യൂട്ടിലേക്ക് നമ്മളൊരു കേസ് ഫയൽ ചെയ്യേണ്ടി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ തുടക്കം മുതൽ എല്ലാം റെക്കോർഡിക്കലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും പവറും ഓരോ നമ്മൾ മെറ്റീരിയൽ കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം കമ്പനിയുടേതായ ഒരു നിയമം തന്നെ അവർ കൂടെ മീറ്റിംഗ് കൂടി അത് ഉണ്ടാക്കി കമ്പനിയിൽ സൂക്ഷിക്കണം. പ്രോപ്പറായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു പാർട്ട്ണർ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുക. LLC അഗ്രിമെൻറ്റ് അതിൽ MOIയിൽ നമ്മൾ മെൻഷൻ ചെയ്യണം എങ്ങനെയാണ് ഒരു പാർട്ട്ണർ ഡിസ്പ്യൂട്ട് ഉണ്ടായി എന്ത് ചെയ്യണം, കമ്പനി ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ LLC അഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതിനെ ബേസ് ചെയ്തായിരിക്കും പിന്നെ കോർട്ട് ആക്ഷൻസ് എടുക്കുന്നത്. ഒരു പക്ഷേ കോർട്ട് അവരൊരു റിലീവറെ വയ്ക്കും, ഒരു ഓഡിറ്റ് വയ്ക്കും. അതിനുശേഷം കോടതി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഷെയർ എങ്ങനെ, കമ്പനിയുടെ ഒരു ക്യാപിറ്റൽ എന്താണ്, അസറ്റ്സ് എന്താണ്, റിസീവബിൾസും പേബിളും ഒക്കെ എന്താണെന്ന് കണ്ടുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കും. ഒരു റിലീവറെ വെച്ചുകൊണ്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും പർട്ടിക്കുലർ ഷെയർ ആരാണ് ഈ ഷെയർ എടുക്കാൻ തയ്യാറ് അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കണോ, ഇതെല്ലാം എപ്പോഴും MOIയിൽ മെൻഷൻ ചെയ്യണം. അതിനെ ബേസ് ചെയ്തായിരിക്കും ഈസി ആയിട്ട് നമുക്ക് ഈ കമ്പനി ക്ലോസ് ചെയ്യാനും തുടർന്ന് ഈ കമ്പനി എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് തീരുമാനിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പിന്നീട് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ ഈ റിലീവർ വരുന്ന പീരീഡിൽ കമ്പനിയുടെ ഓപ്പറേഷനിൽ ബുദ്ധിമുട്ട് വരും. അതിൻ്റെ എക്സ്പെൻസ് എല്ലാം കമ്പനിയിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഒരുപാട് സമയം അതിൽ നീണ്ടും പോകുന്നുണ്ട്. കമ്പനി തുടങ്ങിയ അന്ന് മുതലുള്ള റെക്കോർഡ്സ് ഉണ്ടാവുക, സോഫ്റ്റ്വെയർ ഉണ്ടാവുക, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് ഉണ്ടാവുക, ഓരോരുത്തർക്കുള്ള പവർ നിശ്ചയിക്കുക. പിന്നെ കമ്പനിയിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് കൂടെ നമ്മൾ മീറ്റിംഗ് കൂടി അത് റൈറ്റിങ്ങിലാക്കി വെക്കുകയാണ് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനും കമ്പനി സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനും സാധിക്കും.